എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെറ്റ്വർക്ക് തിയറംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെവനിൻ, നോർട്ടൺ, സൂപ്പർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തിയറം പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ ഇത് മറ്റ് തിയറംസിനേക്കാളും വേറിട്ട ഒരു തിയറമാണ്. എന്താണ് മാക്സിമം പവറിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഡിവൈസിനെ വേറൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. അത് നമുക്കൊരു സ്പീക്കർ നമ്മുടെ കൂട്ടുകാരൻ എടാ നീ എൻ്റെ ഈ സ്പീക്കർ എടുത്തോ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് എടുത്ത് നമ്മുടെ ഈ പറയുന്ന കൂട്ടുകാരൻ്റെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഏത് സ്പീക്കറും ഏത് ആംപ്ലിഫയറിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുമോ, കൂളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ആംപ്ലിഫയറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 2 വയറായിരിക്കും. ആ 2 വയറെടുത്ത് ഈ സ്പീക്കറിൻ്റെ ആ 2 വയർ കൊടുക്കേണ്ട ഇൻപുട്ടിൽ കൊടുത്താൽ ആ സ്പീക്കർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. വർക്ക് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുക. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ കറണ്ട് തിയറം കോൾഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറമാണ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചുമ്മാ പോയിട്ട് അങ്ങനെ കുത്താൻ പാടില്ല. അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഈ പറയുന്ന സ്പീക്കറിൻ്റെയൊക്കെ പുറകിൽ ആ കണക്ഷൻ കൊടുക്കുന്നത് 4 ഓം അല്ലെങ്കിൽ 8 ഓം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസിസ്റ്റൻസ് വാല്യൂ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ആ റെസിസ്റ്റൻസ് വാല്യൂ നിങ്ങളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ സ്പീക്കറിൻ്റെ ബാക്കിൽ നമ്മൾ സ്പീക്കർ കണക്ഷനൊക്കെ ഊരിയിട്ട് സ്പീക്കറിൻ്റെ ബാക്കിൽ പോയിട്ട് നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് റെസിസ്റ്റൻസ് അളക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് അതിൻ്റെ അകത്തെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ അറിയാം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, ഇതിനെന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസക്തി ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, നമുക്ക് നമ്മളുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഇതാണ് നമ്മളുടെ നായകൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് വെൻ ദ ലോഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സോഴ്സ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. എന്താണ് മാക്സിമം പവർ ഈ ലോഡിലേക്ക് സോഴ്സിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എപ്പോഴാണ് ലോഡിൻ്റെ റെസിസ്റ്റൻസും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നാണ് സോഴ്സ്. ഈ R എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇംപെഡൻസ് ഓഫ് ദ സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ R ഷുഡ് ബി ഈക്വൽ ടു RL, അല്ലെങ്കിൽ തിരിച്ചു പറയണം, അതായത് RL ഷുഡ് ബി ഈക്വൽ ടു R. ഈ ഇന്റേണൽ ഇംപെഡൻസുമായിട്ട് RL ഈക്വേറ്റ് ആയാൽ മാത്രമേ, ആ അവസരത്തിൽ മാത്രമേ ഈ പറയുന്ന ഈ ഒരു ഡിവൈസിൽ നിന്നും ഇപ്പുറത്തേക്ക് ഒരു പവർ, ഈ ലോഡിലേക്ക് മാക്സിമം പവർ എത്തുള്ളൂ. മറ്റേത് പവറൊക്കെ എത്തും, പക്ഷേ മാക്സിമം പവർ കിട്ടൂല. അപ്പോൾ നമുക്ക് സ്പീക്കറിൽ നമ്മളിവിടെ എത്ര ആംപ്ലിഫൈ ചെയ്തിട്ടും കാര്യമില്ല, ആംപ്ലിഫൈ കുറേ ചെയ്തിട്ട് കാര്യമില്ല, അപ്പുറത്ത് സ്പീക്കറിന് അത് സ്വീകരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കൂടി വേണം. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഡിവൈസ്, അതായത് നമ്മളുടെ ആംപ്ലിഫയർ ആണ് ഈ കാണുന്ന വട്ടം, അതിൻ്റെ അകത്ത് വരുന്ന ആംപ്ലിഫയറിൻ്റെ ഈ പറയുന്ന ഇന്റേണൽ ഇംപിഡൻസ്, ആ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഷുഡ് ബി അതാണ് സോഴ്സ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇവിടെ പറയുന്നത്, സോഴ്സ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ആ സോഴ്സ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ ലോഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ലോഡ്, അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഈ RL. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും സെയിം ആവുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന മാക്സിമം പവർ ഇവിടെ നിന്ന് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലേക്ക് ഔട്ട്പുട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല മാക്സിമം വോളിയത്തിൽ കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ, അല്ലെങ്കിൽ കുറേ എഫിഷ്യൻസി കുറവ് വന്നു, പവർ അത്രയും ട്രാൻസ്ഫർ ആവണില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റേ സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ നല്ല ഒച്ചയുണ്ട്, ഈ സ്പീക്കർ ഈ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്താൽ അത്ര ഒച്ച പോരാ എന്നൊക്കെ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ്, ഈ ഇംപിഡൻസ് മാച്ച്ഡ് അല്ല, ഈ റെസിസ്റ്റൻസുകൾ മാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കണം. അതായത് ഈ പറയുന്ന സംഗതി, അതായത് ഈ റെസിസ്റ്റൻസ് ഇതിനോട് ഈക്വൽ ആയാൽ മാത്രമേ ഈ പറയുന്ന പോലെയൊക്കെ കാണിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിൽ ഈ ലോഡ് റെസിസ്റ്റൻസ് ആണ് X ആക്സിസിൽ, അതായത് ഈ റെസിസ്റ്റൻസ് ആണ് X ആക്സിസിൽ, പവർ ആണ് Y ആക്സിസിൽ. അപ്പോൾ നമ്മുടെ ഈ തിയറം പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടണം, വേർ ദിസ് പീക്ക് ഈസ് സെൻറ്റേർഡ് അറ്റ് RL ഈക്വൽ ടു സ്മോൾ ലെറ്റർ R. ഈ R-ന്റെ വാല്യൂ RL-ന് ആവുമ്പോൾ ഇതിന് മാക്സിമം പവർ ആയി എന്നാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈ വാല്യൂ ഉള്ളത്. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് പവർ ഏറ്റവും കൂടുതൽ ഉണ്ടെന്നാണ്
ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ തിയറം ശരിയാണെങ്കിൽ കാൽക്കുലസ് ദൈവങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു 0 അറ്റ് ദിസ് പോയിന്റ്. മാക്സിമം ആയിട്ടുള്ള വാല്യൂവിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഈ കഥയൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ടരുത്, നിങ്ങൾ +2 പഠിച്ച കാര്യമാണ്. ഈ പറയുന്ന ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ കണ്ടുപിടിക്കാനായിട്ട് അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് 0 ആവുന്ന പോയിന്റ്, ഈ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഈ ഗ്രാഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് എ ടാൻജന്റ് അറ്റ് ദിസ് പോയിന്റ് അല്ലേ? ആ ടാൻജന്റിന് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പാണ് നമുക്ക് ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓരോ പോയിന്റിലെയും നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരച്ച ടാൻജന്റ് ഈ ഒരു മാക്സിമം പോയിന്റിൽ വരച്ചാൽ ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കൂല. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ, ടാൻജന്റൊക്കെ അറിയാലോ, എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കും ഒരു വര. ഈ ഒരു പോയിന്റിലെ ടാൻജന്റ് എക്സ് ആക്സിസിന് പാരലായിരിക്കും. ഇതുപോലെ കുഴിയാണെങ്കിൽ ആ കുഴിയുടെ അവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ എക്സ് ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പാരലൽ ആയിട്ടുള്ള ആ ഒരു ലൈനിന്റെ സ്ലോപ്പാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dp/dRL. ഈ കേസിൽ dp/dRL. ആ ഡെറിവേറ്റീവ് സ്ലോപ്പ് 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിനോട് പാരലൽ ആവുന്ന അവസ്ഥ തന്നെയാണ് സ്ലോപ്പ് 0 ആവുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്, ഇവിടെ നമ്മൾ ടാൻജന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ ടാൻജന്റ്. ഈ കർവിൽ വേറെങ്ങും മുട്ടാത്ത സ്ട്രെയിറ്റ് ലൈനാണ് ടാൻജന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആ പോയിന്റിലെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതെന്താവും? നമ്മുടെ ഈ എക്സ് ആക്സിസിന് പാരലാവും. തീർച്ചയായിട്ടും എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സാധനത്തിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ മലയായാലും കുഴിയായാലും 0 ആണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ RL ഈക്വൽ ടു സ്മോൾ ലെറ്റർ R എന്നുള്ളത് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പവർ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ഇവിടെയുള്ള പവർ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. പവർ ഈസ് ഡിഫൈൻഡ് ആസ് P ഈക്വൽ ടു I²RL. ഈ RL ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന പവർ എന്ന് പറഞ്ഞാൽ കറണ്ട്, ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു RL. അതാണല്ലോ ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ. ആ പവർ എന്ന് പറയുന്നത് മാക്സിമം ആവുന്ന കണ്ടീഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് എന്താണ്? ഇവിടെ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറണ്ട് ആണല്ലോ. 2 റെസിസ്റ്റൻസുകൾ തന്നെ ഉണ്ട്, ഒന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ്, പിന്നെ ഈ RL. അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് R+RL. അതായിരിക്കും നമ്മളിവിടെ കറണ്ട് വരിക. അപ്പോൾ ആ കറണ്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് സ്ക്വയർ ഇൻറ്റു RL. ഇനി നമ്മൾ മാക്സിമം പവറിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ dp/dRL വിൽ ബി ഈക്വൽ ടു 0. അതായത് നമ്മളുടെ ടാൻജന്റിന്റെ സ്ലോപ്പ്, ആ ഒരു പോയിന്റിലെ സ്ലോപ്പ് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dp/dRL ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ V എന്ന് പറഞ്ഞ സാധനമൊക്കെ, V² എന്ന് പറഞ്ഞ സാധനം തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള സാധനത്തിനെ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനത്തിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ RL ഡിവൈഡഡ് ബൈ R പ്ലസ് R² എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷനിൽ നമ്മുടെ ഒരു ഫ്രാക്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ ആ ഒരു റൂൾ ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് denominator into derivative of numerator minus numerator into derivative of denominator divided by denominator square എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ നമ്മൾ അതങ്ങ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സാധനം കിട്ടും. ഇങ്ങനെയൊക്കെ ഒരു സിംപ്ലിഫിക്കേഷനൊക്കെ നടത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന സാധനം നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ തിയറം ശരിയാണെങ്കിൽ ഈ dp/dRL 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് അറിയണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു dp/dRL 0 ആവുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ഇക്വേറ്റ് ദീസ് ടു, ഇതും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഈ V² ഒക്കെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പോകും. R+RL ഇൻറ്റു 4 എന്നുള്ളതും ⁻⁴ എന്നുള്ളതും നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് 0 ഇൻറ്റു R+RL ⁻⁴ ആകും, അത് പോയി. അപ്പോൾ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. എന്താണ് വരിക? RL² പ്ലസ് R² പ്ലസ് 2RLR മൈനസ് 2RLR മൈനസ് 2RL² ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് വരിക. ഈ പറയുന്ന
ഈ രണ്ടെണ്ണം അങ്ങ് വെട്ടിപ്പോവും, ശരിയല്ല? ഇത് രണ്ടും അങ്ങ് വെട്ടിപ്പോയിട്ട് ഈ -2 RL² കിടപ്പുണ്ട്, RL² കിടപ്പുണ്ട്. അതിൽ ഇവർ രണ്ടുപേരും സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും -RL² ആവും. ആ RL² ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ +RL² ആവും. അപ്പോൾ R² = RL² എന്ന് വരും. സ്ക്വയർ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് RL = R എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയ കാര്യം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഈ പറഞ്ഞ പോലെ പവർ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ your load resistance should be equal to the device which is connected before. തൊട്ട് മുന്നേ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആയാൽ മാത്രമേ മാക്സിമം പവർ ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ നമ്മളുടെ തിയറം പ്രൂവ് ആയി. അപ്പോൾ ഇതിൻ്റെ റിപ്പർക്കഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ആ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ സ്പീക്കർ എടുത്ത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പോൾ കൂട്ടുകാരൻ്റെ സ്പീക്കറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യുന്നിടത്ത് 4 ഓം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഈ പറഞ്ഞ 4 ഓം തന്നെ ആയാൽ മാത്രമേ ഇവർ തമ്മിൽ മാച്ച് ആവുള്ളൂ, മാക്സിമം പവർ ട്രാൻസ്ഫർ ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ 8 ഓമിൻ്റെ സ്പീക്കർ എടുത്ത് 4 ഓം ഔട്ട്പുട്ടുള്ള ഒരു ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 8 ഓം ഔട്ട്പുട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ഔട്ട് എടുത്ത് 4 ഓം സ്പീക്കറിൽ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓടില്ല. അപ്പോൾ വോളിയം കുറഞ്ഞൊക്കെ പോകും. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇമ്പിഡൻസ് മിസ്മാച്ച് എന്നാണ് അതിനെ പറയുക. ഇമ്പിഡൻസ് അഥവാ റെസിസ്റ്റൻസ്, അതിൻ്റെ ഇമ്പിഡൻസ് മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഡിവൈസ് എന്ന് വിളിക്കും. അപ്പോൾ ചില നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില മൊബൈൽ ഫോൺ ഹാൻഡ്സെറ്റുകൾക്ക് ഇപ്പോൾ BSNLൻ്റെ റേഞ്ച് പെട്ടെന്ന് പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ റേഞ്ച് ചില കൂട്ടുകാരെൻ്റെ എന്നോട് പറയാറുണ്ട്, ഈ പറയുന്ന പുതിയ ഫോൺ മേടിച്ചപ്പോഴത്തേക്ക് നല്ല റേഞ്ച് ഉണ്ട്, മറ്റേ പഴയ ഫോണിൽ അത്ര റേഞ്ച് പോരായിരുന്നു, റേഞ്ച് പിടിക്കുന്നില്ല. അപ്പോൾ ആ റേഞ്ച് പിടുത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റിനുള്ള അന്തരീക്ഷത്തിലുള്ള ഈ പറയുന്ന മൊബൈൽ സിഗ്നൽ കറക്റ്റ് ഇമ്പിഡൻസ് മാച്ച്ഡ് ആണെങ്കിൽ മാത്രം ആ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആയി വരുള്ളൂ. അല്ലാത്ത പക്ഷം കുറേയൊക്കെ ലോസ് വരും, മനസ്സിലാവണ്ട. അപ്പോൾ അത്രയും നമുക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും, റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ തന്നെ നെറ്റ് പോണത് അല്ലെങ്കിൽ റേഞ്ച് പോണത്. അപ്പോൾ ആ റേഞ്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില ഫോണുകളുടെ മൊബൈൽ ആൻറ്റനകൾക്കെല്ലാം തന്നെ കുറച്ചുകൂടെ ഈ പറയുന്ന ഇമ്പിഡൻസ് മാച്ച്ഡ് ആയിരിക്കും. ഈ ഫ്രീ സ്പേസ് ഇമ്പിഡൻസ് ആണ് അതിനെ പറയുക. ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഇമ്പിഡൻസും ഈ പറയുന്ന ഡിവൈസിൻ്റെ അകത്തുള്ള ആൻറ്റനയുടെ ഇമ്പിഡൻസും നന്നായിട്ട് മാച്ച് ആകുമ്പോഴാണ് നല്ല രീതിയിൽ ഇത് പവർ ട്രാൻസ്ഫർ ആവുന്നത്. അങ്ങനെ പവർ നന്നായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി റേഞ്ചുള്ള സ്ഥലത്ത് പോലും നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മാക്സിമം പവർ ഈ ലോഡിലേക്ക് ZL ട്രാൻസ്ഫർ ആകണമെങ്കിൽ എന്ത് വേണം ZLൻ്റെ വാല്യൂ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് തെവനിൻ ഇക്വലൻറ്റും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് അത് കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെവനിൻ ഇക്വലൻ്റ് ആണ് ഈ കാണുന്ന പടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ട് മുന്നേ ഉള്ള സാധനത്തെ നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് സങ്കല്പിക്കാം. പക്ഷേ അതിനകത്ത് 1 ഓം 2 ഓം 3 ഓം 4 ഓം കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്, 10 വോൾട്ട് സോഴ്സ് ഇതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ചുരുക്കി ഇങ്ങനത്തെ ഒരു ഫോം ആക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും ZL എപ്പോഴാണോ ഈ കാണുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആകുന്നത് ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മാക്സിമം പവർ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആവുമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെവനിൻ ഇക്വലൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ അത് തെവനിൻ ഇക്വലൻ്റ് മൊത്തം ഒന്നും കണ്ടുപിടിക്കേണ്ട, നമ്മൾ ഈ തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് മാത്രം കിട്ടിയാൽ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു പരാക്രമമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഈ 10 വോൾട്ട് സോഴ്സിന് എന്ത് ചെയ്യണം, തെവനിൻ ഇക്വലൻ്റ് അടിക്കാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് ഷോർട്ട് സർക്യൂട്ട്. ആ ഷോർട്ട് സർക്യൂട്ട് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കട്ടെ. ഈ റെസിസ്റ്റൻസ് ഇപ്പുറത്തെ 3 ഓം റെസിസ്റ്റൻസ്, ഇപ്പുറത്തുള്ള 4 ഓം റെസിസ്റ്റൻസ്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ എയും ബിയും ടെർമിനൽസും ഉണ്ട്. അപ്പോൾ A ആൻഡ് B. ഇനി 10 വോൾട്ട് സോഴ്സിനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോവാണ്. 10 വോൾട്ട് സോഴ്സ് പോയി. 1 ഓം, ദിസ് ഈസ് 2 ഓം, ദിസ് ഈസ് 3 ഓം ആൻഡ് ദിസ് ഈസ് 4 ഓം. അപ്പോൾ 4 ഓം ഇത്ര ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇക്വാലന്റ് റെസിസ്റ്റൻസ് അക്രോസ് AB കണ്ടുപിടിക്കണം. ഇമാജിൻ എ കറന്റ് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ A to reach B, flowing from A
ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കറണ്ട് പോകണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചോയ്സ് ഇങ്ങനെ ഒഴുകാം, പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയും ഒഴുകാം, ഇങ്ങനെയും ഒഴുകാം. അപ്പോൾ അങ്ങനെയെല്ലാം ഒഴുകി ഇവിടെ ബിയിലെത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മളുടെ റെസിസ്റ്റൻസ്, ഇക്വാലന്റ് റെസിസ്റ്റൻസ്? യു ക്യാൻ സേ ദാറ്റ് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു, 4 ഓമിലേക്കും ഇപ്പുറത്തേക്കും പോകുന്നു. സോ യുവർ ആർ തെവനിൻ ഈസ് ഈക്വൽ ടു 4 പാരലൽ ടു ബ്രാക്കറ്റിനകത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന സാധനം അങ്ങനെ 3 ഓമിലൂടെ പാസ് ചെയ്ത് പിന്നീട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നു. 3 ഓമിലൂടെ പാസ് ചെയ്ത് പിന്നീട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് 2 പാരലൽ ടു 1 എന്ന് നമുക്ക് പറയാം. 3 പ്ലസ് 2 പാരലൽ ടു 1. സോ ഒരു ബ്രാക്കറ്റും കൂടി ഇടുന്നു, 3 പ്ലസ് 2 പാരലൽ ടു 1 ഇങ്ങനെ നമുക്ക് ഇടാം. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4 പാരലൽ ടു ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 പ്ലസ് 2 പാരലൽ ടു 1 ഈസ് 2 ബൈ 2 പ്ലസ് 1 അല്ല 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. നമുക്ക് ബാക്കി ഉത്തരങ്ങളിലേക്ക് കടക്കാം. 3 പ്ലസ് 2 ബൈ 3. അപ്പോൾ എന്ത് കിട്ടും? 4 പാരലൽ ടു 9 പ്ലസ് 2 ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 4 പാരലൽ ടു എന്ത് വന്ന് 11 by 3 and that is equal to 4 into 11 by 3 divided by 4 plus 11 by 3. ഇത് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള അതേ സംഭവമൊക്കെ തന്നെയാണ്. അതിൻ്റെ വാല്യൂ നമ്മളിവിടെ എങ്ങാണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. യെസ്, അവിടെ പോയി. അത് തന്നെ 1.91 ohms. 1.91 ohms. അപ്പോൾ ഇത് 1.91 ohms ആണ് നമുക്കിവിടെ കിട്ടുക. അതാണ് നമ്മളുടെ ആർ തെവനിൻ. അതാണിത്. സോ അവർ ആർ തെവനിൻ ഈസ് ഈക്വൽ ടു 1.91 ohms. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ഇസഡലിലേക്ക് മാക്സിമം പവർ പോകണമെങ്കിൽ ഇസഡലിലെ വാല്യൂ എന്തായിരിക്കണം? ഈ വാല്യൂ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇസഡൽ ഷുഡ് ബി 1.91 ohms. സോ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് എഴുതാം. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഇങ്ങനെയൊന്നും എഴുതരുത്, ഫുള്ളായിട്ട് എഴുതണം. മാക്സിമം പവർ ട്രാൻസ്ഫർ ഇസഡൽ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? ആർ ടി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 1.91 ohm. ഇതാണ് നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. തീർച്ചയായിട്ടും എന്താണ് ഇതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം, എന്നാലേ ഇതെല്ലാം ക്ലിയർ ആകുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ കമൻറ്റ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക. നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എനിവേ, ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.